Su-75 ചെക്ക്മേറ്റ്. ഇത് റഷ്യയുടെ രണ്ടാമത്തെ ഫിഫ്ത്ത് ജെൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയാം. ഇത് റഷ്യ ഒഫീഷ്യലായി പാറ്റന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പാറ്റന്റ് ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നിരവധി മിലിറ്ററി എക്സ്പെർട്സ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ Su-75നെ നാറ്റോയ്ക്ക് ചെക്ക് വയ്ക്കുന്നത് പോലെയും അതുപോലെ തന്നെ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ബോയിങ് എന്ന സ്ഥാപനത്തിന് ചെക്ക് വയ്ക്കുന്നത് പോലെയും F-22 റാപ്റ്റർ പോലെയുള്ള പല വിമാനങ്ങൾക്കും ചെക്ക് വയ്ക്കുന്നത് പോലെയാണ് ഈ വിമാനം നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെ എന്ത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും പാറ്റന്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക? അതുപോലെ തന്നെ Su-75 അത്രയ്ക്കും ക്യാപ്പബിൾ ആയവയാണോ? എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഏജൻസിയായ ടാസിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പുതിയ ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റ് Su-75 ഞങ്ങൾ പാറ്റന്റ് ചെയ്തിരിക്കുന്നു എന്ന്. അങ്ങനെ ഏത് രീതിയിലാണ് ഇത് പാറ്റന്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എ സിംഗിൾ എഞ്ചിൻ ടാക്ടിക്കൽ എയർക്രാഫ്റ്റ് വിത്ത് റെഡ്യൂസ്ഡ് റഡാർ സിഗ്നേച്ചർ. ഈ ഒരു കാറ്റഗറിയിലാണ് ഈ Su-75നെ പാറ്റന്റ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ഒരു വിമാനത്തെ പാറ്റന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പാർട്ടായിട്ട് തിരിക്കും. ഒന്ന് ഫ്യൂസ്ലേജ് ബേസ് പാർട്ട്, രണ്ട് ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ട്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ രണ്ട് പാർട്ടായി തിരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റ് ആകുമ്പോൾ അതിന് വളരെ പ്രധാനമായി ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന്റെ എയറോഡൈനാമിക്സ്, 2 സ്റ്റെൽത്ത് കോൺഫിഗറേഷൻ, 3 ഫ്യൂൽ കപ്പാസിറ്റി ഇൻക്ലൂഡിംഗ് അതിന്റെ റേഞ്ച്, കൂടാതെ അതിലുപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇനി ആദ്യത്തെ ഭാഗമായ അതായത് ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ടിനെ കുറിച്ച് നോക്കാം. ഒരു വിമാനത്തിന്റെ ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ട് എന്നത് വിമാനത്തിന്റെ മധ്യഭാഗം നമുക്കറിയാം. അതായത് ഈ വിമാനങ്ങളുടെ ഇന്റേണൽ വെപ്പൺ ബേ, ഇതിന്റെ ഫ്യൂൽ ബേസും അതുമാത്രമല്ല ഈ വിമാനത്തിന്റെ വിങ്സ് എവിടെയാണോ ജോയിൻ ആകുന്നത് അതിനെയാണ് ഫ്യൂസ്ലേജ് പാർട്ട് എന്ന് പറയുന്നത്. ഈ മധ്യഭാഗത്തിന്റെ ഫ്യൂസ്ലേജ് പാർട്ടിന്റെ ഫ്രണ്ടിലുള്ളത് ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ട്, അതുപോലെ ബാക്കിലുള്ളത് ഫ്യൂസ്ലേജ് ബാക്ക് പാർട്ട്, അതായത് ടെയിലോട് കൂടി വരുന്നത്. ഇതിന്റെ ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എയറോഡൈനാമിക്സ് വളരെ ഇംപ്രൂവ്ഡ് ആണ്. കാരണം ഈ വിമാനം അതിവേഗതയിൽ പറക്കുമ്പോൾ ഇതിന്റെ സ്റ്റെൽ കോട്ടിംഗ് ഇളകാൻ പാടില്ല. കൂടാതെ ഈ വിമാനത്തിന്റെ വേഗത കൂടുന്തോറും അതിന്റെ ടെമ്പറേച്ചറും അധികമായിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ അധികമാകുമ്പോൾ നിരവധി IR മിസൈൽസിന് ഈ വിമാനത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വിമാനത്തെ നിഷ്കരണം നശിപ്പിക്കാൻ പറ്റും. സോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന്റെ എയറോഡൈനാമിക്സിൽ പല ചേഞ്ചസും വരുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, താഴെ നിന്നും വരുന്ന റഡാർ തരംഗങ്ങൾ ഈ വിമാനത്തിൽ തട്ടി ഒരു ആംഗിളിൽ മാത്രം റിഫ്ലക്റ്റ് ആകാതെ പല ആംഗിളിൽ ഈ തരംഗങ്ങളെ ചിതറിവിടുന്നത് പോലെയായിരിക്കും ഇതിന്റെ ഡിസൈൻ ഉള്ളത്. ഇതിനെയാണ് ഫ്യൂസ്ലേജ് ഹെഡ് പാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഫ്യൂസ്ലേജ് ബേസ് പാർട്ട്. ഈ ഫ്യൂസ്ലേജ് ബേസ് പാർട്ടാണ് ആ വിമാനത്തിന്റെ കാറ്റഗറിയും അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റിയും തീരുമാനിക്കുന്നത്. ഇത് ഈ വിമാനത്തിന്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. കാരണം ഒരു ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റ് ഏത് തരത്തിലാണ് വരുന്നത്? ട്വിൻ സീറ്റർ ആണോ അതോ സിംഗിൾ സീറ്റർ ആണോ? അതിൽ ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏത് തരം ആയുധങ്ങളാണ് അതിൽ ഉപയോഗിക്കാൻ പോകുന്നത്? അതിൽ ഏതുതരം എഞ്ചിൻ ഉപയോഗിക്കണം? ഇതെല്ലാം ഈ ഫ്യൂസ്ലേജ് ബേസ് പാർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആസൂത്രണം ചെയ്യുന്നത്. കാരണം ആ വിമാനത്തിന്റെ ഫ്യൂൽ ടാങ്ക് വലുതാകും തോറും ആ വിമാനത്തിന്റെ സൈസ് തന്നെ വലുതാകും. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ എല്ലാ പാർട്ടും വലുതായി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് നിർമ്മിക്കേണ്ടി വരും. സാധാരണ ഒരു ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റിൽ ആയുധങ്ങൾ പുറമേ അറ്റാച്ച് ചെയ്യില്ല. അതിന്റെ ബെല്ലി പാർട്ടിൽ ഓൾറെഡി അത് ഇന്റേണൽ ബേയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ തന്നെ അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾക്കനുസരിച്ചും ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുമായിരിക്കും ഓരോ രാജ്യവും അവരുടെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇവിടെ റഷ്യ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരുടെ പക്കലുള്ള മിസൈൽസ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മാക്സിമം ഉപയോഗിക്കേണ്ട. പകരം ഈ വിമാനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടാതെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസും നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ട് ഈ വിമാനത്തെ നിർമ്മിച്ച് അതിനുശേഷം ഇതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കുറിച്ച് തീരുമാനിക്കാമെന്നും പറഞ്ഞ് കൂടുതലായും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്യൂസ്ലേജ് പാർട്ടാണ്. കാരണം F-22 റാപ്റ്റർ ആയിക്കോട്ടെ F-35 ആയിക്കോട്ടെ രണ്ടും ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ രണ്ടിനും റേഞ്ച് വളരെ കുറവാണ്. ഈ രണ്ടിന്റെയും ഇന്റേണൽ ഫ്യൂൽ കപ്പാസിറ്റി അത്രത്തോളം കുറവാണെന്ന് തന്നെ പറയാം. സോ ആ ഒരു പ്രശ്നം ഈ Su-75 ഉണ്ടാകാൻ പാടില്ല. Su-75 ഒറ്റയ്ക്ക് പോയി ബേസിൽ ആക്രമണം നടത്തി
തിരിച്ച് റിട്ടേൺ ആയി ഹോം ബേസിലേക്ക് തന്നെ വരണം, അത്രയ്ക്കും ഫ്യൂവൽ സ്റ്റോറേജ് ഈ വിമാനത്തിൽ ഉണ്ടാകണമെന്നും പറഞ്ഞ് റഷ്യ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. F-35 അതുപോലെ F-22 റാപ്റ്ററിനൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്നും F-35 വാങ്ങിക്കുന്നതിന് മുമ്പ് 1-2 തവണ ചിന്തിക്കും. ഇനി അഥവാ അമേരിക്കയ്ക്ക് അനുകൂലമായി റഷ്യക്കെതിരായി നിൽക്കുന്ന രാജ്യങ്ങൾ F-35 വാങ്ങിക്കുമായിരിക്കും. ഇനി അഥവാ റഷ്യക്കെതിരെയുള്ള രാജ്യങ്ങൾ F-35 വാങ്ങിക്കുമായിരിക്കും. പക്ഷെ റഷ്യക്കും സുഹൃത് രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ഇവരെല്ലാം റഷ്യയുടെ ഈ ആയുധം വേണ്ട എന്ന് പറയില്ല. നമ്മളും, അതായത് ഇന്ത്യയും നമ്മുടെ 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എങ്കിലും ഈ ഒരു Su-75 ലോ കോസ്റ്റോട് കൂടി തന്നെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളും റഷ്യയുടെ പക്കൽ നിന്നും ഇത് ഓർഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മോസ്റ്റ് കാപ്പബിൾ ഫൈറ്റർ ജെറ്റ് ആയിരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഫ്യൂസ്ലേജ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ ഇലക്ട്രോണിക് വാർഫെയർ കാപ്പബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുള്ള കാരണം അത്രത്തോളം എഫിഷ്യന്റ് ആയ പവർ ഈ വിമാനങ്ങളുടെ എഞ്ചിൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വിമാനങ്ങൾ ആവശ്യമുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്താൽ അധിക പവറുള്ള റഡാറിനെയും അധിക പവറുള്ള ഇലക്ട്രോണിക് വാർഫെയർ സോഴ്സ് എല്ലാം ഈ വിമാനത്തിൽ ഇൻഡക്ട് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഉപരി ഈ വിമാനങ്ങൾക്ക് ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഈ സിസ്റ്റംസ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോൺ പോലെ അൺമാൻഡ് മോഡിലും ഈ വിമാനങ്ങൾക്ക് പറക്കാൻ പറ്റും. ഇത്രത്തോളം മോഡിഫിക്കേഷനോട് കൂടി തന്നെ റഷ്യ എന്തുകൊണ്ട് ഈ ഒരു വിമാനം തയ്യാറാക്കുന്നു എന്ന് ചോദിച്ചാൽ കിൻസാൾ എന്ന ഹൈപ്പർസോണിക് മിസൈലും അറ്റാച്ച് ചെയ്ത് പോയി വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ എയർക്രാഫ്റ്റ് ഉള്ളത് എന്നും പറഞ്ഞാണ് റഷ്യ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതും സാധിക്കുമെന്ന രീതിയിലാണ് ഈ 5th ജെൻ എയർക്രാഫ്റ്റ് റഷ്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി റഷ്യയുടെ പക്കൽ കിൻസാൾ മിസൈൽ വിക്ഷേപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യുദ്ധവിമാനങ്ങളൊക്കെയുണ്ട്. എല്ലാം 4th ജെൻ യുദ്ധവിമാനങ്ങളാണ്. പക്ഷേ ഈ വിമാനങ്ങളെല്ലാം ശത്രു രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെയുള്ള റഡാർ സിസ്റ്റത്തിന് ഇങ്ങനെയുള്ള ഒരു എയർക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള ഒരു മിസൈലും കൊണ്ട് വരുന്നുണ്ട് എന്ന് ഈസിയായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെന്തായാലും നിർമ്മിക്കുമെന്ന വാശിയിലാണ് റഷ്യ. ഇനി അഥവാ Su-75 കിൻസാൾ മിസൈൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എക്സ്റ്റേണലായെങ്കിലും കിൻസാളിനെ അറ്റാച്ച് ചെയ്ത് ഈ വിമാനങ്ങൾ വെച്ച് ആക്രമണം നടത്താൻ പറ്റും. അതിനുവേണ്ടും കൂടിയാണ് ഈ വിമാനം ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റഷ്യക്ക് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരു 50-50 ചാൻസ് എന്ന് പറയാം. കാരണം 5th ജെൻ എയർക്രാഫ്റ്റ് റഷ്യക്ക് നിർമ്മിക്കാൻ പറ്റും. പക്ഷെ അത് ഇത്രയും കപ്പാസിറ്റിയോടെ, ഇത്രയും ക്യാപ്പബിലിറ്റിയോടെ ഒരു 5th ജെൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ കിൻസാൾ എന്ന ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ടുപോകുന്ന രീതിയിൽ നിർമ്മിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലാണ് ചെറിയൊരു സംശയം. ഇവിടെയാണ് 50-50 ചാൻസ് ആണ് ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നത്. ഈ ഒരു Su-75 എയർക്രാഫ്റ്റിൽ റഷ്യ വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ വെച്ച് തന്നെ ഒരു 5th ജെൻ ഫൈറ്റർ ജെറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസ് വെച്ചിരിക്കുന്ന ഒരു രാജ്യമായി റഷ്യ മാറും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.